ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇന്ന് നമ്മൾ മുതിര കൊണ്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് സ്നാക്കായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. മുതിര നമ്മുടെ മക്കൾക്കൊക്കെ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇത് കഴിക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാനിവിടെ 1 കപ്പ് മുതിര എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുതിർത്തെടുക്കണം. ഒരു 5 മണിക്കൂർ നമുക്ക് കുതിർത്തെടുക്കാം. മുതിരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം വാഷ് ചെയ്ത് കളയാം. ഒരു 2-3 വെള്ളത്തിൽ നല്ലതുപോലെ വാഷ് ചെയ്ത ശേഷം വെള്ളം ഒഴിച്ച് ഒരു 5 മണിക്കൂർ കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. മുതിര ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ധാന്യമാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ മുതിർന്നവർക്ക് നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും അതുപോലെ തന്നെ ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ മുതിര കഴിക്കുന്നത് നല്ലതാണ്. അത് 5 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ മുതിര നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ കേൾപ്പിക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ മുതിരയൊക്കെ നല്ലോണം വെന്ത് കിട്ടും. ഇതിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ലേശം ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതാ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കാനായിട്ട് എടുക്കാം. ഞാനിവിടെ 1 കപ്പ് ശർക്കരയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഉരുക്കിയെടുത്തത്. ഈ ഒരു അളവ് കറക്റ്റായിരുന്നു, മധുരം കണക്കിനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു അളവിന് എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മുതിര 1 കപ്പ് മുതിര കുതിർത്ത് വേവിച്ചെടുക്കുമ്പോൾ അത് 2 കപ്പ് കാണും. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് വേവിച്ചെടുത്തതിന് ശേഷം. അപ്പം 1.5 കപ്പ് മുതിരയ്ക്ക് 1 കപ്പ് ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയത് ധാരാളമാണ്. ഇനി മറ്റൊരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വന്ന ശേഷം ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ചൊഴിച്ചു കൊടുക്കാം. ശർക്കര പാനിയും നെയ്യും ഒക്കെ നല്ലോണം ഒന്ന് മിക്സായിട്ട് വരട്ടെ. ഇത് നല്ലോണം ഒന്ന് മിക്സായി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഈ അളവുകളെല്ലാം കറക്റ്റായിരുന്നു കേട്ടോ. കറക്റ്റ് ടേസ്റ്റിന് കിട്ടിയിട്ടുണ്ട്. ഇനി ശർക്കരയും തേങ്ങയൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ആവട്ടെ. നമ്മുടെ ശർക്കര പാനി ഒന്ന് തേങ്ങയിലോട്ടൊക്കെ നല്ലോണം ഒന്ന് പിടിച്ച് വരുന്ന ടൈം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3-4 ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ഏകദേശം തേങ്ങയിലേക്ക് പിടിച്ച് വന്നിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ചെടുത്ത 1.5 കപ്പ് മുതിരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇനി ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ ഇത് ഇളക്കിയെടുക്കാം. ഈ ശർക്കര പാനിയൊക്കെ നല്ലതുപോലെ വറ്റി വരണ്ട് മുതിരയിലും തേങ്ങയിലും ഒക്കെ പിടിച്ച് നല്ലതുപോലെ ഒന്ന് വരണ്ട് വരുന്ന ടൈം വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിലിട്ട് 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ശർക്കരയൊക്കെ ഡ്രൈ ആയി മുതിരയിലും തേങ്ങയിലൊക്കെ പിടിച്ച് നല്ലതുപോലെ കിട്ടും. മുതിരയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചർമ്മത്തിലെ വരൾച്ച മാറ്റുന്നതിലും അതുപോലെ തന്നെ അണുബാധയൊക്കെ ഉണ്ടെങ്കിൽ മാറ്റുന്നതിന് പറ്റിയൊരു മരുന്നാണ് കേട്ടോ മുതിര. നമ്മുടെ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ആസ്മ, അതുപോലെ തന്നെ വൃക്കയിലെ കല്ല്, മൂത്രത്തിലെ പഴുപ്പ്, ഇതിനൊക്കെ മരുന്നായിട്ട് മുതിര ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു ധാന്യമാണ് മുതിര. അപ്പോൾ മുതിര നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മുതിരയൊക്കെ കഴിക്കാൻ ചെറുക്കൊക്കെ തോരൻ വെച്ചാലൊക്കെ കഴിക്കാൻ കറി വെച്ചാലൊക്കെ കഴിക്കാൻ വലിയ പാടാണ്. കാരണം ഇതിന് ചെറിയൊരു കശർപ്പുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ നമ്മുടെ കുട്ടികളായാലും വലിയവരായാലും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെട്ട് കഴിക്കും. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. മുതിരയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ നിയന്ത്രിച്ച് നല്ല കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യും. മുതിരയിൽ കലോറി കുറവായതിനാൽ ശരീരഭാരം നിയന്ത്രിക്കുന്ന ആഗ്രഹിക്കുന്നവർക്കൊക്കെ ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ്.
ഇത് വിശപ്പിനെ നിയന്ത്രിക്കുകയും കൂടുതൽ നേരം നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുന്നതായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.